ഹലോ കൂട്ടുകാരെ, കൊല്ലം ജില്ലയിലെ അഞ്ചൽ സിറ്റിയിലുള്ള എവർ ഗ്ലാം സൂപ്പർ കളക്ഷൻ സെൻറ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. സൂപ്പർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ കാണുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഇത് സൂപ്പർ കളക്ഷൻ ആണോ എന്ന്. ഞാനൊരു കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങുന്നത് ഒരു 3-4 പ്രാവശ്യം കൊണ്ട് ഞാൻ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കിട്ടും. അതുപോലെ നമുക്ക് കുറേ നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റും. എനിക്ക് ഈ ഒരു ഡോട്ട് ആൻഡ് കിഡ് ക്രീം വേണമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കായിട്ടുള്ള നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണിത്. അത് ഞാൻ എടുത്തു. പിന്നെ എനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണമായിരുന്നു. ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം ലാക്മേയുടെ തന്നെ എടുക്കുന്നത്. അതിപ്പോൾ റെഡ് വൈൻ്റെ വേറൊരു കളറാണ് ഞാൻ എടുത്തത്. അതിപ്പോൾ അവിടെ നിന്ന് ഇട്ട് നോക്കി. എനിക്ക് നല്ല മാച്ചായിട്ട് നല്ല സ്കിൻ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റായിട്ട് എനിക്ക് തോന്നി, അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്തതെന്ന് പറഞ്ഞാൽ ഷാമ്പു വേണമായിരുന്നു. പിന്നെ അതും ഷാമ്പു എടുത്തിട്ടുണ്ടായിരുന്നു. അതും ലോറിയലിൻ്റെ ഷാമ്പുവാണ് എടുത്തത്. ഹെയർ ഇപ്പം നല്ല ഒന്നും കൂടെ ഗ്ലേസിങ് ആയിട്ട് കിടക്കും അത് ഇടുമ്പോഴും. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പുതുതായിട്ടൊരു ഫേസ് വാഷിൻ്റെ ഇത് പരിചയപ്പെടുത്തി തന്നു. ബീട്രൂട്ടിൻ്റെ ജെൻറ്റിൽ ഫേസ് വാഷ് എന്ന് പറഞ്ഞു. അതും എനിക്കിഷ്ടപ്പെട്ടു, അതും വാങ്ങി. പിന്നെ വീണ്ടും ഞാൻ ക്രീമിലേക്കാണ് കണ്ണ് നോക്കിയത് മൊത്തം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബാംഗിൾസിൻ്റെ കളക്ഷൻ, വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസിൻ്റെ കളക്ഷനാണ് ഞാൻ കണ്ടത്. അപ്പോൾ സാരിയിലൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും, പെയറായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജ്വല്ലറി നെക്ലേസുകളുണ്ട്, അതുപോലെ തന്നെ സിൽവറിൻ്റെ ബാംഗിൾസ് ഉണ്ട്, ഗോൾഡിൻ്റെ രീതിയിലുള്ള ബാംഗിൾസ് ഉണ്ട്. പിന്നെ എനിക്കൊരു 3 ലെയറിൻ്റെ ഒരു നെക്ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങിയൊരു 400 സംതിങ് രൂപയേ ഉള്ളൂ. അത് ഞാൻ വാങ്ങി. ഇതിപ്പോൾ സാരിയിലൂടെ നമുക്ക് മാരേജ് ഫംഗ്ഷനോ മറ്റോ ഇടാൻ പറ്റും. അവർ തന്നെ എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ വീണ്ടും ഞാൻ ക്രീമിലേക്കാണ് നോക്കിയത്. എനിക്കൊരു സൺസ്ക്രീൻ കൂടെ മേടിക്കണം എന്നുണ്ടായിരുന്നു. അത് ഞാനൊന്ന് നോക്കി. പിന്നെ റിങ്, ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു 300 സംതിങ് രൂപയുടെ റിങ്ങാണ്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തോന്നിയത് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴാണ്. ഇയറിങ്ങിൻ്റെ ഒരു കളക്ഷൻ അതൊരു വേറൊരു ലെവലാണ് ഇവിടെ. നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. എങ്കിലും ഞാൻ 1, 2, 3 കമ്മൽ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ മോക്കൊരു കുറച്ച് ക്ലിപ്പും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങാൻ ഞാനിവിടെ വന്ന് ശരിക്കും മറന്നുപോയി. കമ്മലിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ വന്ന് മറന്നുപോയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ജ്വല്ലറിയുടെ ഐറ്റംസ്, അതായത് ബ്രൈഡൽ ഡെക്കറേഷന് റെൻറ്റിന് കൊടുക്കുന്ന ജ്വല്ലറി ഐറ്റംസ് ഉണ്ട്, പെർഫ്യൂമുകളുണ്ട്, ചപ്പൽസ് ഉണ്ട്, ബാഗുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോറിൽ നിറച്ച് നമുക്ക് എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക്. പിന്നെ കുറച്ച് നേരം ഞാൻ നിന്ന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും നമുക്ക് എടുക്കണമെന്ന് മോഹം തോന്നും. പെർഫ്യൂമുകളൊക്കെ തന്നെ നല്ല എന്താ പറയുന്നത്, പുതിയ ഐറ്റംസിലുള്ള പെർഫ്യൂമുകളാണ് വന്നത്. പിന്നെ നെക്ലേസുകളിൽ 1-2 എണ്ണത്തിൻ്റെ കൂടെ റേറ്റ് ഞാനൊന്ന് തിരക്കി. ചപ്പലുകളും അതേ നല്ല നോർമൽ റേറ്റേ ഉള്ളൂ. നെയിൽ പോളിഷ് ഞാൻ പിന്നെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ കമ്മലൊന്നുകൂടെ ഇട്ട് നോക്കി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ടു. അതിനെല്ലാം നമ്മുടെ സ്റ്റാഫുകൾ നമ്മളോടൊപ്പം നിൽക്കും. പിന്നെ അമ്മുക്കുട്ടിക്ക് ഞാൻ 2 ഹെയർ ബോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വൈറ്റാണ്, നമുക്ക് യൂണിഫോമിലൂടെ വൈറ്റ് ഹെയർ ബോ ആണ് വേണ്ടത്. അതും 2 നോർമലായിട്ടുള്ള അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഏകദേശം എല്ലാം ആയി. പിന്നെയും ഞാൻ ബാംഗിൾസിൻ്റെ കളക്ഷനിലേക്കാണ് പിന്നെയും പോയത്. പിന്നെയും എടുക്കണമെന്ന് തോന്നി. എത്ര ഐറ്റംസ് എടുത്താലും നമുക്ക് മതി വരില്ല, അത്രമാത്രമുള്ള കളക്ഷനാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. പിന്നെയും നമുക്ക് വരാൻ തോന്നും. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകളും നമ്മളോട് ഇടപെടലുണ്ടല്ലോ. അഞ്ചൽ സിറ്റിയിൽ ഇതുപോലുള്ളൊരു ഷോപ്പിംഗ് സെൻറ്റർ വേണമായിരുന്നു. നേരത്തെ നമുക്ക് കൊതിച്ചിരുന്നത്. കാരണം ഓരോരോ കടകളിൽ നമ്മൾ പോകുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഐറ്റംസ് വാങ്ങിച്ച് നമുക്ക് തിരികെ വീട്ടിലേക്ക് വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് മനസ്സിന് തൃപ്തിയോടെ നമുക്ക് ഷോപ്പ് ചെയ്തിറങ്ങാം. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ